അഭ്യർത്ഥിച്ചത്. ഇത് ആർക്കാണ് വേണ്ടത്? ഇവിടുത്തെ വ്യാപാര സമൂഹം, ഇവിടുത്തെ തൊഴിലാളികള്, ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവനത്തിന്റെ ഒരു പ്രധാന കാരണം ടൂറിസം തന്നെയാണ്. അപ്പൊ ഇവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് വരുന്നാൽ ഇവിടെ കുഴപ്പമാണ് ഒരു മെസ്സേജ് പോയാൽ ഇവിടെ ആളുകൾ വരുന്നത് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ഞാൻ ആദ്യം പറയുന്നുണ്ട്, അവരിലും ഒരു ഉറപ്പാണ് വാങ്ങിയത്. ഈ മേഖലയിൽ അത്തരം നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഉടൻ തന്നെ അതിനകത്ത് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതിനെതിരായിട്ടുള്ള അനുകൂലമായ ഒരു പിന്തുണ വേണമെന്നുള്ളത് കൊണ്ടാണ് വേഗം തന്നെ ഈ മീറ്റിംഗ് വെച്ചത്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുന്നു, അവരെല്ലാവരും മൂന്നാറിലെ വിനോദസഞ്ചാരികളെ വളരെ സൗഹാർദ്ദപരമായി സ്വീകരിക്കാനും സുരക്ഷിതമായി ഒരു വിനോദസഞ്ചാരം ഇവിടെ ഉറപ്പുവരുത്തുന്നതിനുമുള്ള പിന്തുണയാണ് ഈ മീറ്റിംഗിൽ ഗവൺമെന്റിന് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. അത് നിങ്ങൾ വഴിയാണ് ഈ ലോകം അറിയേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, എല്ലാ വിനോദസഞ്ചാരികളെയും ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. കാരണം ഞാനിതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ പോസ്റ്റ് കോവിഡ് പല ടൂറിസം ഡെസ്റ്റിനേഷൻസിലും ആളുകളുടെ എണ്ണം കുറയുകയാണ് ഉണ്ടായത്. മൂന്നാറിൽ 2014 എത്തിയ സഞ്ചാരികളുടെ എണ്ണം 46 ലക്ഷമായിരുന്നെങ്കിൽ 2025 അത് 3 കോടിയാണ്. അപ്പോൾ 46 ലക്ഷത്തിൽ നിന്നും 3 കോടിയിലേക്ക് ഉള്ള ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അത് ഇനി കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. ഇത്രയധികം ഇവിടുത്തെ ക്യാരിയിങ് കപ്പാസിറ്റി ഇത്രയുണ്ടോ? അപ്പൊ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കാണ്. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളുടെയും കാരണം ട്രാഫിക് ബ്ലോക്കാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് പരിഹാരം കാണാൻ കഴിയും? ട്രാഫിക് ബ്ലോക്ക് പരിഹരിക്കണമെങ്കിൽ, അതിനുള്ള പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കണമെങ്കിൽ മൂന്നാറിന്റെ സവിശേഷമായ പ്രത്യേകത പരിശോധിക്കുമ്പോൾ സർക്കാരിന്റെ കൈവശമുള്ള, ലോക്കൽ ബോഡികളുടെ കൈവശമുള്ള ഭൂമിയുടെ ലഭ്യത വളരെ കുറവാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ. അപ്പൊ ആ സാഹചര്യത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സർക്കാർ ലാൻഡ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ മറ്റ് നിലവിലുള്ള ഇവിടുത്തെ മാർഗങ്ങൾ ഉപയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങളോ ഒക്കെയായി ചർച്ച ചെയ്ത് ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രാഫിക് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. അതിൽ പാർക്കിംഗ് ഒരു പരിഹാരം ആണ്. അത് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് പോകും. ചർച്ച ചെയ്യപ്പെട്ടു. അവർക്ക് മതിയായ പരിശീലനം ഇല്ല, യൂണിഫോം ഇല്ല, ID കാർഡ് ഇല്ല, ശരിയായ ഗൈഡ് ആരാണ്, ശരിയല്ലാത്ത ഗൈഡ് ആരാണ് എന്നൊന്നും കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് നമ്മുടെ തന്നെ ഏജൻസി ആയിട്ടുള്ള കിഡ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അടിയന്തരമായി തന്നെ മൂന്നാറിലെ ഗൈഡുകൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം 3 കോടി സഞ്ചാരികൾ എത്തിയ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതലായിട്ട് അറിയാം, മതിയായ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല എന്നത് എല്ലാവരും ഉന്നയിച്ച ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉള്ള നല്ല ആധുനിക നിലവാരത്തിൽ തന്നെയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കുന്നതിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ ലോക്കൽ ബോഡികളുടെ സഹായത്തോടുകൂടി അവരുടെ കൂടി പിന്തുണയോടുകൂടി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണവും ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ക്ലീൻലിനെസ്സും ഈ വേസ്റ്റ് മാനേജ്മെന്റും എല്ലാ മേജർ ടൂറിസം ഡെസ്റ്റിനേഷൻസും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. മൂന്നാറിൽ അത് അല്പം കൂടുതലാണ്. അപ്പൊ ആ കാര്യത്തിലും എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇഷ്യൂ മനസ്സിലാക്കിയതാണ്. പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. ഇവിടെ പിന്നെ ചില റോഡുകൾ വീതി കൂട്ടിയില്ലെങ്കിൽ പാർക്കിംഗ് പോലെ തന്നെ ഈ ട്രാഫിക്കിന്റെ പ്രശ്നം നിലനിൽക്കും.
അവിടെയും ലാൻഡ് അവൈലബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട്. നമുക്ക് മാത്രമായി ഭൂമി ഏറ്റെടുത്ത് പോകാൻ കഴിയാത്ത പ്രാദേശികമായ ഒരു പരിമിതി മൂന്നാറിന്റെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും സർക്കാർ തലത്തിൽ വിളിച്ചു ചേർത്ത് അവരുടെയും സഹായം, ഇപ്പൊ കമ്പനി ടാറ്റയുടെ ലാൻഡ് ഉണ്ട്, അപ്പൊ അവരുടെയും സഹായം ചോദിച്ച് അത് ഏത് രൂപത്തിലാണ് നമുക്ക് ലഭ്യമാക്കിയെടുക്കാൻ കഴിയുക. കാരണം റോഡുകളുടെ പിന്നെ വീതി കൂട്ടിയില്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാകും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും നേരിട്ട് തന്നെ അത് ബോധ്യമായിട്ടുണ്ട് ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക്. നേരത്തെയും നമ്മൾ മാധ്യമങ്ങൾ വഴി നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരു കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട്, എല്ലാവരും പൂർണ്ണ സഹകരണമാണ് അറിയിച്ചിരിക്കുന്നത്. മർച്ചന്റ് അസോസിയേഷൻ, ടാക്സി ഓണേഴ്സ്, ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ എല്ലാവരും ഈ കാര്യത്തിൽ ഒരു തുറന്ന സമീപനം എടുത്തിട്ടുണ്ട്. അവരോടൊപ്പം ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഈ കാര്യങ്ങൾ കൂടി ചെയ്ത് മൂന്നാറിനെ കൂടുതൽ മനോഹരിയാക്കി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള പരിശ്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകും. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാ പിന്തുണയും. കാരണം കേരളത്തിന്റെ ഒരു ഭാവി ഇനിയുള്ളത് ടൂറിസത്തിലാണ്. പല മേഖലയിലും നമ്മൾ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ ടൂറിസം സെക്ടറിന്റെ പുരോഗതി എന്ന് പറയുന്നത് നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരികയാണ്. നാളത്തെ കേരളത്തിനും അത് അനിവാര്യമാണ്. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.